ശ്രീമദ് ഭാഗവതം ക്ലാസ് 156. നമ്മളിന്ന് സ്കന്ധം 8 രണ്ടാമത്തെ അധ്യായമായിട്ട് ഗജേന്ദ്രോപാഖ്യാനമാണ് നോക്കുന്നത്. ഒരാനയുടെ കഥയുമായിക്കൊണ്ട് ബന്ധിപ്പിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറയുകയാണ്. ഇത് 4ാമത്തെ മന്വന്തരത്തിൽ എന്ന നിലയിലാണ് പറഞ്ഞുകൊണ്ട് പോകുന്നത്. നമ്മൾ 7ാമത്തെ മന്വന്തരത്തിലാണ് ഉള്ളത്. കഥയിലേക്ക് കടന്നിട്ട് ക്രമത്തിന് നമുക്ക് അതിൻ്റെ പിന്നിലുള്ള വിഷയങ്ങൾ കണ്ടുകൊണ്ട് പോകാം. ശ്രീസുകൻ പാൽക്കടലാൽ ചുറ്റപ്പെട്ട 100 യോജനയോളം പൊക്കമുള്ളതുമായ സർവസമൃദ്ധിയുള്ളതും ത്രികൂടം എന്ന പേരിൽ ഒരു മഹാപർവ്വതമുണ്ട്. അത്രയും തട്ടെ ചുറ്റളവായി പരന്നു കിടക്കുന്നു. അപ്പോൾ അത്രയും ഉയരുണ്ട്, അത്രയും ചുറ്റളവിൽ ഒരു വലിയ പർവ്വതമുണ്ട് എന്ന് പറയുകയാണ്. 2 ആ പർവ്വതം വെള്ളി, ഇരുമ്പ്, സ്വർണം എന്നീ ലോഹങ്ങളെല്ലാം കൊണ്ട് ഉള്ള 3 കൊടുമുടികളാൽ ആകാശത്തേക്ക് ദിക്കുകളെയും പ്രകാശമാക്കിക്കൊണ്ട് നിലകൊള്ളുന്നു. അതായത് അതങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. സ്വർണത്തിൻ്റെയും ഇരുമ്പിൻ്റെയും വെള്ളിൻ്റെയും എല്ലാം മകുടങ്ങൾ വെച്ചുകൊണ്ട്. ഈ സ്വർണങ്ങളും വെള്ളിയെല്ലാം ഉള്ളത് എവിടെയാണ്? ഭൂമിയിലാണ്, അല്ലെങ്കിൽ സൂര്യനിലാണെന്ന് വേണമെങ്കിൽ പറയാം. സൂര്യൻ്റെ കത്തിജ്വലിക്കുകയാണ്, അല്ലെ സൗരയൂഥ സിസ്റ്റത്തിലെ ഗോളങ്ങളിലാണ് എന്ന് പറയും. ഇപ്പം ഇവിടെ പർവ്വതം എന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തിലുള്ള കുറേ സൗരയൂഥ സിസ്റ്റങ്ങളുണ്ട്. സൂര്യനും അതിനെ ചുറ്റുന്ന കുറേ ഗോളങ്ങളുണ്ട്. സൂര്യനെ ചുറ്റും തന്നെ നവഗ്രഹങ്ങളെന്ന് നമ്മൾ പറയുന്നു, 9 ഗ്രഹങ്ങളെന്ന് പറയുന്നു. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും ജ്യോതിഷത്തിൽ അവസാനത്തെ 2 ഒന്നും കണക്കൂട്ടുന്നില്ല. അതിന് പകരം വേറെയാണ് ചേർക്കുന്നത്. അതുപോലെ ഓരോ സൂര്യനും ഓരോ നക്ഷത്രമാണ്. അതിൻ്റെ ചുല്ലുമെല്ലാം ഇങ്ങനെ ഗോളങ്ങൾ ചുറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഈ പ്രപഞ്ചം മുഴുവൻ ഇങ്ങനെ സൂര്യനും ഗോളങ്ങളും കൂടിയിട്ടുള്ളതാണ്. ആ ഒരു സിസ്റ്റമാണ്. നടുവിലൊരു സൂര്യനും അതിന് ചുറ്റും കുറേ ഗോളങ്ങൾ ചുറ്റിക്കൊണ്ടിരിക്കുക. ഇങ്ങനത്തെ എത്രയോ ഗോളങ്ങൾ, സൂര്യന് ചുറ്റും ചുറ്റുന്ന ഗോളങ്ങളെല്ലാം കൂടിയതാണ് ഈ പ്രപഞ്ചം. അപ്പം നടുവിലുള്ള ആ സാധനത്തെ, സൂര്യനെയാണ് ഇവിടെ, സൂര്യൻ പോലെയുള്ള ആ നടുവിലുള്ളതിനെയാണ് ഇവിടെ ഒരു പർവ്വതമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. കഥയിലാകുമ്പോൾ അങ്ങനെയെല്ലാം പറയും. അപ്പോൾ സൂര്യൻ കത്തുന്നയാകാം, ഇപ്പം ധ്രുവ നക്ഷത്രമുണ്ട്, അങ്ങനെ പലതിനെ ചുറ്റും പലതും കറങ്ങുന്നുണ്ട്. അപ്പം കഥയിൽ നടുവിലുള്ളതൊരു പർവ്വതമായി എടുക്കുകയാണ്. നേരെ മറിച്ച് ഭൂമിക്ക് ചുറ്റും ചന്ദ്രൻ ചുറ്റുന്നുണ്ട്. അപ്പം വേണമെങ്കിൽ ഭൂമിയെ എന്താക്കിയെടുക്കാം? പർവ്വതമായിട്ട്, ഇവിടെ പറഞ്ഞ പർവ്വതമായിട്ട് എടുക്കാം. എത്രയോ ഉപഗ്രഹങ്ങളും ചുറ്റുന്നുണ്ടല്ലോ, അങ്ങനെ എടുക്കാം. അതുകൊണ്ട് അവിടെ കത്തുകയാണ്. ഇവിടെ അവിടെ സ്വർണം, വെള്ളി എന്നൊന്നും പറയുന്നതിന് നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. ഗോളങ്ങളിലെല്ലാം തന്നെയാണ്. അത് സൂര്യനിലല്ലെങ്കിൽ ഭൂമിയിലെല്ലാം തന്നെ. ഭൂമിയിലാണല്ലോ ഇതെല്ലാം ഉള്ളത്. ഭൂമിയിൽ പർവ്വതമില്ലേ? അതേമാതിരി എത്രയോ ഭൂമി മാറുന്നുണ്ട്. ഭൂമി എന്തുണ്ട്? പ്രപഞ്ചത്തിൽ എത്രയോ ഉണ്ട്. അപ്പം അങ്ങനെ ഒന്നിനായിട്ട് സങ്കല്പിച്ചാൽ മതി. ആ നടുവിലുള്ള സാധനമാണ് ഈ ത്രികൂടമെന്ന പർവ്വതമായിട്ട്, മഹാപർവ്വതമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പം അവിടെ പല സ്വർണങ്ങളും മറ്റേ ധാതുക്കളെല്ലാം ഉണ്ട്. പിന്നെയോ അത് ദിക്കുകളെ പ്രകാശിപ്പിച്ചുകൊണ്ട് കൊള്ളുന്നുണ്ട്. അപ്പോൾ ആകാശത്തിലത് നല്ല പ്രകാശം പരത്തിക്കൊണ്ട് നിൽക്കുകയാണ്. അതിൻ്റെ വർണ്ണനയായിട്ട് എടുത്താൽ 3 രത്നങ്ങളുണ്ട്, ധാതുക്കളുണ്ട്, പലതരം വൃക്ഷലതാദികളുണ്ട്, അരുവികളുണ്ട്,
നീരൊഴുക്കുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം എടുക്കണമെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഭൂമിയായിട്ട് എടുക്കാം. അതിൻ്റെ ചുറ്റുമാണ് എന്ത് ചുറ്റുന്നത്? ചന്ദ്രൻ ചുറ്റുന്നത്. അങ്ങനെ ഇങ്ങനെ പലതുകൊണ്ട് സുന്ദരമാണ് എന്ന് പറയുകയാണ് കഥയിൽ. ശബ്ദമുഖരിതമായി സ്ഥിതി ചെയ്യുന്നു. നീരൊഴുക്കിൻ്റെ അല്ല, ശബ്ദം കൊണ്ട് അങ്ങനെ മുഖരിതമായിട്ടാണ് കിടക്കുന്നത്. അപ്പം നടുവിലുള്ള സാധനത്തെയാണ് പറയുന്നത്. അതായത് സൂര്യന് ചുറ്റും ഭൂമി എന്നതുപോലെ, ഭൂമി മറ്റുള്ള ഗ്രഹങ്ങൾ എന്നതുപോലെ, ഭൂമിക്ക് ചുറ്റും ചന്ദ്രൻ എന്നതുപോലെ, ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ എന്ന പോലെയെല്ലാം സങ്കല്പിക്കാം. പക്ഷെ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ ചെടികളൊന്നുമില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ സൂര്യൻ ഭൂമി ആയിട്ട് എടുത്തിട്ട് ചന്ദ്രനെ ചുറ്റുന്ന ഓർബിറ്റായിട്ട് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ഭംഗി. എന്നിട്ടോ എൻ്റെ 4 പറയാണ്, 4 വശത്തുനിന്നും പാൽക്കടൽ തിരകൾ വന്നടിച്ചുകൊണ്ടിരിക്കുന്ന അടിവാരങ്ങളിൽ അപ്പം 4 വശത്തുനിന്നും പാൽക്കടൽ വന്നടിക്കുക എന്ന് പറയുമ്പോൾ ഭൂമിയൊരു പർവ്വതമായിട്ട് കണ്ടു കഴിഞ്ഞാൽ നേരത്തെ തന്നെ പാൽക്കടൽ എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ പ്രപഞ്ചം എന്നത് ശൂന്യമായ സ്ഥലമാണ്. ശൂന്യമായ സ്ഥലത്തെയാണ് പാൽക്കടലായിട്ട് ആദ്യ സൃഷ്ടിയിൽ സങ്കല്പിച്ചത്. ആദ്യം ഒരു കടൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പാൽക്കടൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനെ കടഞ്ഞിട്ടാണ് ഗോളങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം പാൽക്കടൽ എന്ന് പറയുന്നത് ഭൂമിക്ക് പുറത്തുള്ള ഫ്രീ ആയിട്ടുള്ള സ്പേസ് ആയിട്ട് എടുക്കണം. അപ്പോൾ അതിങ്ങനെ ഭൂമിക്ക് വന്ന് കടൽ വന്നടിക്കുന്നു എന്നുള്ള വർണ്ണനയിൽ ഇവിടെ പറഞ്ഞതായിട്ട് കണ്ടാൽ മതി. അപ്പം ഈ പർവ്വതത്തിൻ്റെ താഴ്വരയിൽ മരതകം അതിൻ്റെ നിറം പച്ചയാണ്. അതങ്ങനെ കണ്ടമാനം മരതകമുണ്ട് പച്ച നിറത്തിൽ. അപ്പോൾ അത് കാണുമ്പോൾ, ആ താഴ്വര മുഴുവൻ കാണുമ്പോൾ എന്താണ് തോന്നുകയെന്ന് പറഞ്ഞാൽ പച്ച പുൽപ്പട്ട് വിരിച്ച മാതിരിയാണ്. പച്ച ഇതുണ്ടല്ലോ, പുല്ലിങ്ങനെ നട്ടു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവില്ല, അതുപോലെയാണ് മരതകം കിടക്കുന്നത്. ഈ മരതകല്ല് ഇവിടുന്ന് ഒഴിച്ചെടുക്കുന്നതാണ്, ഭൂമിയിൽ നിന്ന് തന്നെയാണ്. അപ്പം അത്രയും സുന്ദരമായ ഏതോ ഒരു ഗോളം, അതാണ് നടുവിലുള്ള ആ ഗോളം. അതിന് ചുറ്റും വേറൊന്ന് ചുറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി 5 അപ്പം ആ സ്ഥലത്തെല്ലാം വിഹരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആര്? സിദ്ധന്മാരുണ്ട്, ചാരണന്മാരുണ്ട്, ഗന്ധർവന്മാരുണ്ട്, വിദ്യാധരന്മാരുണ്ട്, മഹാനാഗങ്ങളുണ്ട് എന്നിവയും കീഴ്പുരുഷന്മാരും അപ്സര സ്ത്രീകളും. പിന്നെ അതേസമയം അവിടെ നല്ല ഗുഹകളും എല്ലാം ഉണ്ട്. ഈ പർവ്വതത്തിൻ്റെ നടുവിൽ ഗുഹകളും എല്ലാമായിട്ട് സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ എല്ലാ അപ്സരസ്സുകളെയെല്ലാം പറഞ്ഞിരിക്കുന്നത്. ഇവിടെ മനുഷ്യരുടെ കാര്യം പറഞ്ഞിട്ടില്ല. വേണമെങ്കിൽ മനുഷ്യരെ എടുക്കാം. കാരണം ഭൂമിയിലാണെങ്കിൽ മനുഷ്യരുമുണ്ട്, വേറെ ഗോളങ്ങളിലാണെങ്കിൽ ചിലപ്പോൾ മനുഷ്യരൊന്നും കാണില്ല. ഇതേമാതിരി ഗന്ധർവന്മാർ എന്നെല്ലാം പറയുന്നത് ബലങ്ങളാണെന്ന് നമ്മൾ മുമ്പ് കണ്ടു കഴിഞ്ഞു. കിന്നരന്മാർ, ഗന്ധർവന്മാർ, അപ്സരസ് എന്നെല്ലാം നമ്മളെ സ്വാധീനിക്കുന്ന ഗ്രഹങ്ങളിൽ നിന്ന് വരുന്ന ഗ്രഹങ്ങളിലൂടെ ബലങ്ങളാണ് നമ്മളിൽ വിചാരങ്ങൾ ഉണ്ടാക്കുന്നത്, നമ്മളെ നിയന്ത്രിക്കുന്നത്. അതിനെയാണ് പലതരം വികാരങ്ങളെയാണ് ഗന്ധർവന്മാർ, യക്ഷന്മാർ എന്നെല്ലാം പറയുന്നത്. എന്നിട്ട് ആദ്യം പറയാണ്, ആ ഗിരിപ്രദേശത്തിൽ ആലപിക്കുന്ന സംഗീതം. അവിടെ ഗുഹകളെല്ലാം ഉണ്ട്, ഭൂമിയിലും ഗുഹകളെല്ലാം ഉണ്ടല്ലോ, പർവ്വതത്തിൻ്റെ അകത്തുമെല്ലാം ഗുഹകളെല്ലാം ഉണ്ട്. അവിടെ ആലപിക്കുന്ന സംഗീതം ചെയ്യും ഇവരെല്ലാം, ഗന്ധർവന്മാരെല്ലാം പാടുകയാണെങ്കിൽ അത് പർവ്വതത്തിലും തട്ടി ഗുഹയിലും തട്ടിയിട്ട് മാറ്റൽ കൊണ്ടിട്ട് അങ്ങനെ പ്രകമ്പനം കൊള്ളും. അത് കേൾക്കുമ്പോൾ സിംഹങ്ങൾ, അവിടെയുള്ള സിംഹങ്ങളെല്ലാം വേറെ ഏതോ സിംഹം അലറുകയാണെന്ന് വിചാരിച്ചുകൊണ്ട് ദേഷ്യം വന്നിട്ട്
ആ അവിടെയുള്ള സിംഹങ്ങളും അലറും എന്ന് പറയുകയാണ്. പിന്നെ 7-8 പലതരം കാട്ടുജന്തുക്കൾ നിറഞ്ഞ ആ താഴ്വാരം, പലതരം മരങ്ങളുണ്ട്, ഉദ്യാനങ്ങളുണ്ട്. അവയിലെ പറവകളെല്ലാം ചെയ്യുന്ന മധുരമായി ശബ്ദിക്കുന്നുണ്ട്. സ്വച്ഛന്തം ഒഴുകുന്ന ജലമുണ്ട്, കാട്ടാറുകളുണ്ട്, തടാകങ്ങളുണ്ട്, തിട്ടകളുണ്ട്. ദേവസ്ത്രീകളുടെ സ്നാനത്താൽ ദേവസ്ത്രീകളെല്ലാം തടാകത്തിൽ കുളിക്കുമ്പോൾ അതിൽ കാറ്റടിച്ചിട്ട് ആ ജലത്തിലൂടെ ഒഴുകി വരുന്ന കാറ്റിന് അവർ വെള്ളത്തിൽ കുളിക്കുമ്പോൾ അവരുടെ അതും ഇതുമെല്ലാം പൂശിയിട്ടുണ്ടാവില്ല, ആ സൗഗന്ധിക അതെല്ലാം ആ സുഗന്ധം കാറ്റടിച്ചുകൊണ്ട് കാറ്റിനോടൊത്ത് അവിടെയെല്ലാം അങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണ്. എന്നിട്ട് 9 പറയുമ്പോഴാണ് നമ്മൾ അത് ഒരു ഗ്രഹമാണ് അല്ലെങ്കിൽ സൂര്യൻ്റെ നിലയിലുള്ള ഒരവസ്ഥയാണ് എന്ന് മനസ്സിലാക്കുന്നത്. 9 പറയുകയാണ്, അതിൻ്റെ താഴ്വരയിൽ മഹാത്മാവായ വരുണൻ്റെ പൂന്തോട്ടം സ്ഥിതി ചെയ്യുന്നു. വരുണൻ എന്താണെന്ന് നമ്മൾ പണ്ടേ വേദങ്ങളിലെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആറ്റത്തിൽ ന്യൂക്ലിയസിന് ചുറ്റുന്ന ഓർബിറ്റിനാണ് വരുണൻ എന്ന് പറയുക. അല്ലെങ്കിൽ സൂര്യന് ചുറ്റുമുള്ള ഭ്രമണപഥങ്ങൾക്കാണ് വരുണൻ എന്ന് പറയുക. ഭൂമിക്ക് ചുറ്റും ചന്ദ്രൻ ചുറ്റുന്നുണ്ടെങ്കിൽ ആ ഓർബിറ്റിനാണ് വരുണൻ എന്ന് പറയുക. അപ്പോൾ വരുണനെ പറയുമ്പോൾ തന്നെ മനസ്സിലായിക്കൊള്ളണം, നടുവിൽ പറഞ്ഞിരിക്കുന്ന സൂര്യനാകാം, ഭൂമിയാകാം, അതുപോലെയുള്ള പ്രപഞ്ചത്തിൽ ഏതെല്ലാം മറ്റേത് ചുറ്റുന്നുണ്ടോ. ഇപ്പം ശനിക്ക് ചുറ്റുമെല്ലാം ചുറ്റുന്നുണ്ട് ഓരോന്നും, അവയുടെ ഉപഗ്രഹങ്ങൾ. അപ്പം അങ്ങനെയുള്ള ഗ്രഹങ്ങളെല്ലാം അത് ഇവിടെ തന്നെയാണെന്നില്ല, പ്രപഞ്ചത്തിൽ എത്രയോ ഉണ്ട്. ഇതിപ്പം 4ാമത്തെ മന്വന്തരത്തിലെ കാര്യമാണ് പറയുന്നത്. അത് എല്ലാ മന്വന്തരത്തിനും ബാധകമാണ്. ആ വരുണൻ്റെ പൂന്തോട്ടത്തിനാണ് ഋതുമത് എന്ന് പറയുന്നത്. അത് അഭൗമങ്ങളായ പൂമരങ്ങളാലും വൃക്ഷങ്ങളാലും ദേവസ്ത്രീകളുടെ വിഹാരരംഗമായി വർത്തിക്കുന്നു. അപ്പം ഓർബിറ്റിലാണ് ദേവസ്ത്രീകളെല്ലാം വിഹരിക്കുന്നത്. ദേവസ്ത്രീകൾ എന്ന് പറയുമ്പോൾ ഗ്രഹങ്ങളുടെ ഫലങ്ങളാകാം. ഇപ്പം ഭൂമിക്ക് ചുറ്റുമാണ് ചന്ദ്രൻ ചുറ്റുന്നുണ്ടെങ്കിൽ ചന്ദ്രനൊരു ദേവസ്ത്രീ തന്നെയാണ്, സ്ത്രീയായിട്ട് തന്നെയാണ് ചന്ദ്രനെ കാണുന്നത്. അതിൽ നിന്നുള്ള ഫലങ്ങളാണ് നമ്മളെ മനസ്സിനെല്ലാം ആകർഷിക്കുന്നത്. ഇപ്പം ഭൂമിയാണ് ആ നടുവിലുള്ള പർവ്വതമെങ്കിൽ അതിന് ചുറ്റുമുള്ള ഓർബിറ്റ്, അതിൽ ചന്ദ്രനാണ് ചുറ്റുന്നത്. അപ്പോൾ ആ ഓർബിറ്റ് ഒരു പൂന്തോട്ടമായി ചിത്രീകരിക്കുകയാണ്. എന്നിട്ട് അവിടെ എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള വർണ്ണനകളാണ് 10 മുതൽ 13 വരെ പറയുന്നു. മന്ദാരം, പാരിജാതം, അശോകം, ഇങ്ങനെ കുറേ, ചമ്പകം, ഇങ്ങനെ കുറേ പറഞ്ഞിട്ടുണ്ട്. എല്ലാം വിടുകയാണ്. കവുങ്ങ്, തെങ്ങ്, മാതളം, ഇരിപ്പ, അങ്ങനെ കുറേ മരങ്ങളാണ്. അത്തി, പേരാള്, ഇങ്ങനെയുള്ള കുറേ, മുന്തിരി, കരിമ്പ്, വാഴ എന്നിവയാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. അതായത് ഓർബിറ്റിൽ മുഴുവൻ ഇങ്ങനെ പലതരം, അതും ഒരു തടാകമായിട്ട് ചിത്രീകരിച്ചിരിക്കുകയാണ് ഈ ഓർബിറ്റിന്. അതിൽ കണ്ടമാനം ചെടികളുണ്ടെന്ന് ചിത്രീകരിച്ചിരിക്കുകയാണ്. അതിലൊരു സ്ഥലമായി ചിത്രീകരിച്ചാലല്ലേ ആന അവിടെ വന്നു എന്നെല്ലാം പറയാൻ പറ്റും. ഇനി 14 മുതൽ 17 വരെയുണ്ട്. അതിൽ താമരപ്പൂക്കൾ നിറഞ്ഞ ഒരു തടാകമുണ്ട്. അതായത് ഈ ഓർബിറ്റിലൊരു തടാകമായിട്ടാണ്, ഓർബിറ്റിന് നദികളായിട്ടാണ് വേദങ്ങൾ ചിത്രീകരിക്കുന്നത്. അപ്പം ഇത് ഭൂമിൻ്റെ മാത്രമല്ലേ, പ്രപഞ്ചത്തിൽ എത്രമാത്രം ഗോളങ്ങളുണ്ടോ അതിൻ്റെ എല്ലാം കാര്യമാണ് ഇവിടെ പറയാൻ പോകുന്നത്. അവിടെ ആമ്പല്, കരിങ്കൂവളം, സൗഗന്ധികം, ശതദള കമലം എന്നിവ ശോഭിച്ചു നിൽക്കുന്നു. മതിച്ച വണ്ടുകൾ മുരണ്ടുകൊണ്ടിരിക്കുന്നു. പക്ഷികൾ കളകല ശബ്ദം ഉറക്കുന്നു. ചക്രവാക, വെള്ളിപ്പറവ, അരയന്നെല്ലുണ്ട് ആ തടാകത്തിൽ. നീർക്കോഴി, നത്ത് എന്നിങ്ങനെ മത്സ്യങ്ങൾ
ആമകളെല്ലാം ഇങ്ങനെ തടാകത്തിലൂട്ട പോകുമ്പോൾ അതിൽ താമരയെല്ലാം ഇലകിക്കൊണ്ടിരിക്കുകയാണ്. കടമ്പിൻ വള്ളി, ആറ്റും വള്ളി, രാമച്ചം, ഇങ്ങനെയല്ല ഇങ്ങനെ അവിടെ വള്ളി മാതിരി ആ ഓർബിറ്റിൽ, ആ തടാകത്തിൽ ഇങ്ങനെ ചുറ്റിപ്പടർന്ന് കിടക്കുകയാണ്. പാട്ട് 19 പറയാണ്, മാത്രമല്ല മുല്ല, അശോകം പോലെയുള്ളതുണ്ട് എന്നീ എല്ലാ കാലാവസ്ഥകളിലും പൂക്കുന്നതും തടാകത്തെ ശോഭനമാക്കുന്നു. അപ്പം അത്രയും സുന്ദരമായ ഒരു തടാകം. കവികൾ കഥരൂപത്തിൽ എഴുതുമ്പോൾ ഇതിനെല്ലാം അങ്ങനെ പൊടിപ്പുന്നെങ്കിലും വെച്ച് എഴുതുന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ പറയാൻ പോകുന്ന ഒരു സയൻസ് ഉണ്ട്, അത് നമ്മൾ അർത്ഥം മനസ്സിലായിക്കൊള്ളണം. ബാക്കിയെല്ലാം സാധാരണ ജനങ്ങളിൽ അതിൻ്റെ വർണ്ണന, പ്രകൃതി വർണ്ണനമാരി കാണിക്കുകയാണ്. എന്നിട്ട് അവിടെ അന്നൊരിക്കൽ ഇരുവര് പറയാണ്, അവിടെ അന്നൊരിക്കൽ ആ ഗിരിവനത്തിൽ ഒരു ഗജസംഘത്തലവൻ മറ്റുള്ള മരങ്ങളെയും ഉളകളെയും പൊരുത്ത കുറ്റിക്കാടിനെയും എല്ലാം തകർത്തുകൊണ്ട് പിടിയാനകളോടൊപ്പം സഞ്ചരിച്ചിരുന്നു. അവിടെ ആ ഒരു തടാകത്തിൽ ഒരു മതിച്ച ഒരാന പിടിയാനകളോടൊപ്പം അവിടെയെല്ലാം തല്ലി തകർത്തുകൊണ്ട് സഞ്ചരിച്ചിരുന്നു. അപ്പോൾ ഈ തടാകത്തിലൂടെ അല്ലെങ്കിൽ ഈ ഓർബിറ്റിലൂടെ എന്താണ് സഞ്ചരിക്കുന്നത്? സൂര്യന് ചുറ്റുമാണെങ്കിൽ മറ്റുള്ള ഗ്രഹങ്ങളാണ്, ഭൂമിക്ക് ചുറ്റുമാണെങ്കിൽ ചന്ദ്രനാണ്. അങ്ങനെ പ്രപഞ്ചത്തിലെ എത്രയോ ഗോളങ്ങൾ മറ്റുള്ളതിൻ്റെ ചുറ്റുന്നുണ്ട്. അതിനെപ്പറ്റിയാണ് പറയുന്നത്. എന്നിട്ടോ 21 പറയാണ്, അവൻ്റെ ഗന്ധമേറ്റാൽ തന്നെ സിംഹങ്ങളും കാട്ടുമൃഗങ്ങളും കടുവകൾ തുടങ്ങിയ ഹിംസമൃഗങ്ങളും 8 അടി മാനുകളും വലിയ ബാക്കിയുള്ള എല്ലാതരം വലിയ ഇഴജന്തുക്കളും എല്ലാം പേടിച്ചൂടി ഓടിക്കും. ആ പറഞ്ഞതിൻ്റെ അർത്ഥം അങ്ങനെയുള്ള ഓർബിറ്റിൽ അതിന് മാത്രമേ സഞ്ചരിക്കാൻ പറ്റുള്ളൂ. ഒരു ഓർബിറ്റിൽ ഒന്നേ സഞ്ചരിക്കൂ. നേരെ മറ്റ് ആറ്റങ്ങളിലാണെങ്കിൽ കുറേ എണ്ണം സഞ്ചരിക്കും. അതുകൊണ്ട് അതിൻ്റെ കുത്തകയാണ്, ആധിപത്യമാണ് എന്ന് പറയുകയാണ്. അപ്പം ഭൂമിക്ക് ചുറ്റുന്ന ഓർബിറ്റിലുള്ള ചന്ദ്രൻ്റെ ആധിപത്യമാണ്. അതിന് വേറെ ആർക്കും അവിടെ പ്രവേശനമില്ല. ബാക്കിയെല്ലാം പേടിച്ച് ഒതുങ്ങി നിൽക്കും എന്ന നിലയിൽ പറയുകയാണ്. എന്നിട്ട് 22 പറയുകയാണ്, യാതൊരുവൻ്റെ കാരുണ്യം നിമിത്തം. അപ്പം പ്രകൃതിയിലെ ആ ശക്തി വിശേഷം, ആ ഈശ്വരനാണ് ഈ സംവിധാനം എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ചെന്നായ്ക്കളും പന്നികളും കരടികൾ, കഴുകന്, പന്നി, ഇങ്ങനെയുള്ള ചെറിയ കുരങ്ങ്, മുയൽ എന്നിവയെല്ലാം ചെറിയ ചെറിയ ജീവികളെല്ലാം മറ്റൊരിടത്ത് പേടി കൂടാതെ സഞ്ചരിക്കുന്നു. അവയെല്ലാം പേടി കൂടാതെ വേറെ സ്ഥലത്ത് സഞ്ചരിക്കുകയാണ്. ഇതിൻ്റെ അടുത്ത് വരില്ല, വേറെ ഓർബിറ്റിൽ കറങ്ങും. ഇത് മതിച്ച് കിടക്കുകയാണ് പറയുകയാണ്. ഈ ഒരു ഓർബിറ്റിലുള്ള ഈ ആനമാതിരിയുള്ള സാധനം, അത് വേണമെങ്കിൽ ചന്ദ്രനാകാം, അല്ലെങ്കിൽ സൂര്യന് ചുറ്റുമുള്ള ഏത് ഗോളങ്ങളും ആകാം. അത്തരത്തിലെടുത്താൽ മതി. അല്ലെങ്കിൽ പ്രപഞ്ചത്തിലുള്ള ഏതെങ്കിലും ഒന്ന്. ഇനി 23, 24 കൊമ്പന്മാരാലും പിടിയാനകളാലും ചുറ്റപ്പെട്ടവനായും. അപ്പോൾ അതിൻ്റെ ചുറ്റും എന്നുണ്ട് മറ്റുള്ള ഓർബിറ്റുകളിൽ ബാക്കിയുള്ള ഗ്രഹങ്ങളും ചുറ്റുണ്ട്. ഇപ്പോൾ ഭൂമിക്ക് ചുറ്റും ചന്ദ്രനാണ് ചുറ്റുന്നുണ്ടെങ്കിലും വേണമെങ്കിൽ നമുക്കെന്ത് പറയാം, ഭൂമിക്ക് ചുറ്റും നമ്മൾ എന്ത് വിട്ടിട്ടുണ്ട്? കുറേ സാറ്റലൈറ്റ് എല്ലാം വിട്ടിട്ടുണ്ട്. അതെല്ലാം പിടിയാനകളെ കൂട്ടത്തിൽ വേണ്ടിക്ക് പറയാം. ഇല്ലെങ്കിൽ സൂര്യൻ്റെ ചുറ്റുന്ന ഭൂമിയെ എടുക്കുകയാണെങ്കിൽ മറ്റുള്ള പിടിയാനകൾ ഏതാണ്? ബുധൻ, ശുക്രൻ, ചൊവ്വ, വ്യാഴം, ഇതെല്ലാം പിടിയാനകളും മറ്റേ ആനകളായിട്ട് എടുക്കാം. അപ്പം അവൻ്റെ കൂടെ അവരും ഇങ്ങനെ ചുറ്റുന്നുണ്ട്. ചുറ്റപ്പെട്ടവനായും കുട്ടി ആനകളോടെല്ലാം കൂടിയിട്ട് മതനീരൊഴുക്കിക്കൊണ്ട്, മതം പിടിച്ചമായ മതകേരി ആനയാണ്. അതുകൊണ്ടാണ് മതം നീരൊഴുക്കിക്കൊണ്ട് ആ ഗജേന്ദ്രൻ
മതജലം നുകരുന്ന വണ്ടിനാൽ. അപ്പോൾ ആ മതജലം, അതിൻ്റെ അകത്തുനിന്ന് ഒഴുകുന്ന മതജലം എന്ത് ചെയ്യുന്നുണ്ട്? വണ്ടുകളെല്ലാം വന്നിട്ട്, ഇതെല്ലാം കവിഭാവനയാണ്. അല്ലാതെ അതിന് വണ്ടുകൾ വന്നിട്ട് അത് നുകരുക എന്നെല്ലാം പറയുമ്പം അത് ഒരു കഥ വരുമ്പോൾ ഇങ്ങനെ പൊടിപ്പുന്നെങ്കിലും എല്ലാം വെച്ചെഴുതും. അല്ലാതെ അതിനെയൊന്നും കയറിയിട്ട് അതേപോലെ എടുത്തേക്കരുത്. അതേപോലെ എടുത്താൽ ഉത്തരവൊന്നും കിട്ടാൻ പോകുന്നില്ല. വെറുതെ ഇങ്ങനെ പാടി നടക്കാനേ പറ്റുള്ളൂ. അപ്പം ഈ വണ്ടിൻ്റെ കൂട്ടങ്ങളോടെല്ലാം കൂടി അകമ്പടി സേവിച്ച് പർവ്വത പ്രദേശത്തെ കിടിലം കൊള്ളിച്ചുകൊണ്ട് സഞ്ചരിച്ചു. അങ്ങനെ മതിച്ച് നടക്കുകയാണ് ആന. അതായത് നമുക്ക് ഭൂമിയും ചന്ദ്രനുമായിട്ട് എടുക്കാം. ചന്ദ്രൻ മതിച്ച് ഭൂമിക്ക് ചുറ്റും ഓടി നടക്കുകയാണ്. വേനൽച്ചൂടിൻ്റെ കാഠിന്യത്താൽ തപിക്കപ്പെട്ടപ്പോൾ, അവന് ചൂട് കൊണ്ട് സഹിക്കാൻ പറ്റാത്തപ്പോൾ അവൻ ശ്രദ്ധിച്ചപ്പോൾ കാറ്റിൽ നല്ല താമര ഇവിടെ മണം വരുന്നു കാറ്റിന്. അപ്പോൾ അവന് മനസ്സിലായി എവിടെയോ ഒരു താമര കുളമുണ്ട്. കുളം ഈ ഓർബിറ്റ് തന്നെയാണ്. അവനെന്ത് ചെയ്തു? ഉടനെ ആ കുളത്തിൻ്റെ അടുത്തേക്ക് എത്തി. തിടുക്കത്തിൽ അവിടെ എത്തിച്ചാണ്. ഇനി 25-ൽ പറയാം. അതിലിറങ്ങി താമരകളുടെ ആ മണയെല്ലാം, അതിൽ നിന്ന് വരുന്ന മരുന്നെല്ലാം നുകർന്നുകൊണ്ട് തെളിഞ്ഞ അമൃതസമാനമായ വെള്ളം അവനെന്ത് ചെയ്ത് അതിൻ്റെ തുമ്പിക്കൈ എടുത്തിട്ട് ഇഷ്ടമാരി കുടിച്ചു. എന്നിട്ട് കുറേ വെള്ളം ശരീരത്തിലും തളച്ചു. ഇപ്പം എന്തായി? നല്ല ഉന്മേഷം കിട്ടി. ഇതിൻ്റെ 26-ൽ പറയുകയാണ്, ദുരാഗ്രഹിയെങ്കിലും ദുരഹങ്കാരിയെങ്കിലും, അവൻ ഭയങ്കര മതിച്ചു കിടക്കുന്ന അഹങ്കാരിയെങ്കിലും കനിവുള്ള ഗ്രഹനാഥനെ പോലെ, അവൻ നല്ല കനിവുള്ള ഗ്രഹനാഥനെ പോലെ എന്ത് ചെയ്തു? തുമ്പിക്കൈയിൽ വെള്ളം എടുത്തിട്ട് പിടിയാലികളെയെല്ലാം കുടിപ്പിച്ചു. കൊച്ചു കുട്ടികളെയെല്ലാം, ആനക്കുട്ടികളെയെല്ലാം കുടിപ്പിച്ചു. ഭയങ്കര കുടുംബനാഥനാണ്. പക്ഷേ ആ ദുരഹങ്കാരിയും കൂടിയാണ്. കുളിപ്പിച്ചും അതിനെല്ലാം കുളിപ്പിച്ചും എല്ലാം അങ്ങനെ സുഖിച്ചങ്ങനെ ഇരിക്കുക, സന്തോഷിച്ചങ്ങനെ ഇരിക്കെ ഈശ്വരമായാൽ മോഹിതരായിരിക്കുന്ന അവൻ്റെ നേർക്ക് വരുന്ന ആപത്തിനെ അവൻ തിരിച്ചറിഞ്ഞില്ല. അപ്പം വലിയൊരാപത്ത് അവൻ്റെ നേരെ വരികയാണ്. അവനത് മനസ്സിലായിട്ടില്ല. അവനങ്ങനെ മതിച്ച് നടക്കുകയാണ്. അതായത് അഹങ്കാരം മൂത്താലും മതിച്ച് കിടക്കും. ഈശ്വരനെ മറക്കില്ല, മറന്നുകൊണ്ടാണ് പ്രവർത്തിക്കുക എന്നുള്ള വേറൊരു ഉപദേശവും ഈ കഥയിലൂടെ നമുക്ക് തരികയാണ്. അത് സുവിശേഷതയിലെല്ലാം അഹങ്കരിച്ച് നടക്കുന്ന വ്യക്തികൾ ആ ഈശ്വരനെ അപ്പോൾ ഓർക്കുകയൊന്നുമില്ല. പക്ഷേ എപ്പോഴാണ് പിന്നിൽ നിന്ന് കഷ്ടകാലം വരുന്നതെന്നൊന്നും അവർ ഓർക്കില്ല. അതുകൊണ്ട് അഹങ്കരിക്കരുത് എന്നുള്ള സന്ദേശങ്ങളും എല്ലാം ഈ കഥയിൽ തരുന്നുണ്ട്. കുറേ സയൻസും അതിൻ്റെ അകത്ത് ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ 27 പറയാണ്, അവിടെ അവനേക്കാളും ഊക്കനായ ഒരു മുതല ദൈവത്തിൻ്റെ നിശ്ചയപ്രകാരം. അപ്പോൾ മുതല വന്ന് ചുമ്മാ കയറി പിടിക്കുന്നതൊന്നുമല്ല, അതിൻ്റെ ദൈവത്തിൻ്റെ നിശ്ചയമാണ് മുതല വന്നിട്ട് പിടിക്കണമെന്ന്. അത് ദൈവനിശ്ചയപ്രകാരം തന്നെയാണ് ആനേനെ മുതല വന്ന് പിടിക്കുന്നത്. അപ്പോൾ ആന എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ചന്ദ്രനാണെന്ന്, ഒരു ഗോളമാണെന്ന്, നടുവിലുള്ള ഗോളത്തിന് ചുറ്റുന്ന ഒരു ഗോളമാണെന്ന് മനസ്സിലായി. പക്ഷെ അതിനെ ഒരു മുതല പിടിക്കുക എന്ന് പറയുമ്പോൾ അത് ദൈവ ഇച്ഛയാലാണ്, ദൈവം നിശ്ചയിച്ച പ്രകാരമാണ് മുതല വന്ന് തിന്നുന്നത്. അല്ല മുതല സ്വന്തം ഇഷ്ടത്തിനൊന്നുമില്ല. ഇവിടെ നടക്കുന്ന എല്ലാ കർമ്മങ്ങളും ഈശ്വരൻ പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ എന്ത് ചെയ്തു? പ്രചോദനായിട്ട് ഈശ്വരൻ പ്രചോദിപ്പിച്ചതിൻ്റെ ഫലമായിട്ട് രോഷത്തോടുകൂടി അത് എന്ത് ചെയ്തു? അവൻ്റെ കാലിൽ കയറി പിടിച്ചു. അവിചാരിതമായ ആപത്തിൽപ്പെട്ടതറിഞ്ഞ അവൻ ബലാത്കാരേണ കുതറിയെല്ലാം മാറാൻ നോക്കി. ശക്തിയാൽ പിടിപിടിക്കുവാൻ വെപ്രാളം കൂട്ടി. 28 കരുത്തനായ ശത്രു ഊക്കോടെ അവനെ വലിച്ചിഴച്ചപ്പോൾ അവശനായിത്തീർന്ന സംഘത്തലവനെ, അപ്പം മുതല പിടിച്ചു വലിക്കുകയാണ് നിങ്ങളടുത്തേക്ക്, സാഗരത്തിലേക്ക്. വെള്ളത്തിൽ നിന്ന് വന്നല്ലേ, സാഗരത്തിലേക്ക് വലിക്കുകയാണ്. വെള്ളം എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ടുള്ള സ്പേസാണ്. അതാണ് വെള്ളമായിട്ട് ചിത്രീകരിക്കുന്നത്. അവിടെ നിന്നാണ് ഒരു ശക്തി പിടിച്ചു വലിക്കുന്നത്.
അപ്പോൾ ഇവനാകെ പരവശനായി കണ്ടപ്പോൾ ദീനഭാവം കാണുന്ന പിടിയാനകൾക്കെല്ലാം ഭയങ്കര സങ്കടമായി. എന്നിട്ട് അവരെല്ലാം ആക്രോശിച്ചു. അവർക്ക് ആക്രോശിക്കാനല്ലേ പറ്റൂ. സഹായത്തിനെത്തിയ മറ്റ് ആനകൾക്കും അവനെ രക്ഷിക്കാനൊന്നും ആയില്ല. 29 ആനയും മുതലയും ഉള്ളിലേക്കും വെളിയിലേക്കും തമ്മിൽ വലിച്ചിഴക്കപ്പെട്ടപ്പോൾ 1000 സംവത്സരം കഴിഞ്ഞുപോയി. 1000 സംവത്സരങ്ങളോട് എന്നിട്ടും ജീവാപായം വരാതെ ദേവന്മാർ ആശ്ചര്യപ്പെട്ടു. അപ്പം ആനയും മുതലെന്ത് ചെയ്യുന്ന ആന എങ്ങോട്ടേക്കാണ് വലിക്കുന്നത്? കരയിലേക്ക്. ഇങ്ങനെയായിട്ട് കാണണം. ഇത് ഭൂമി അല്ലെ ഒരു ഗോളം, സൂര്യനോ എന്തോ ആട്ടെ, അല്ലെ ആറ്റമായിക്കോട്ടെ. അതിന് ചുറ്റുന്ന ഒരു ഗോളം ഓർബിറ്റിലൂടെ ചുറ്റുകയാണ് വരുണൻ. ഇതാണ് പർവ്വതം, ഇതാണ് ആന, ചന്ദ്രൻ അല്ലെ ഗോളം. അതിനെ ഈ ആന ഇങ്ങോട്ടേക്കാണ് വലിക്കുന്നത്. ഇതാണ് സമുദ്രം. ഇതിൻ്റെ പുറത്തുള്ള സ്ഥലമല്ല, സ്പേസിനാണ് നമ്മൾ സമുദ്രം എന്ന് പറയുന്നത്. ഈ സമുദ്രത്തിലാണ് മുതലയുള്ളത്. അപ്പോൾ ഒരു ബലം ഇതിനെ പിടിച്ച് ഇങ്ങോട്ടേക്ക് വലിക്കുന്നുണ്ട്. ഒരു ബലം ഈ ആന എന്ത് ചെയ്യുകയാണ്? ഇങ്ങോട്ടേക്ക് പിടിച്ച് വലിക്കുകയാണ്, കരക്കേക്ക്. ഇത് പുറത്തുള്ള മുതല, സ്പേസിലുള്ള മുതല, ഈ സമുദ്രത്തിലുള്ള മുതല ഇങ്ങോട്ടേക്ക് വലിക്കുകയാണ്, സമുദ്രത്തിലേക്ക്. അപ്പോൾ ഇതെന്താണ്? 2 ബലങ്ങൾ. ഒരു ഗോളം ഓർബിറ്റിൽ നിൽക്കണ്ടെങ്കിൽ 2 തരം ബലങ്ങൾ അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. അത് ഫിസിക്സ് പഠിച്ചവർക്കറിയാം. ഒന്ന്, ഈ ഗോളം ഇതിനെ പിടിച്ചു വലിക്കും, ആകർഷണമുണ്ട്, ആകർഷണബലം. അപ്പം ആ ബലം മാത്രമായിരുന്നുവെങ്കിൽ ഇതെന്തായി പോകുമായിരുന്നു? ഈ ചന്ദ്രൻ ഇതിൻ്റെ അകത്ത് വന്ന് വീണു പോകും. എന്നാൽ ഇത് ചുറ്റുന്നത് കൊണ്ട് പുറത്തേക്ക് തെറിക്കുന്ന ഒരു ബലമുണ്ട്. ഒരു ചുറ്റുമ്പോൾ, ഒരു കയറെടുത്തിട്ട് ഒരു കല്ല് കെട്ടിയിട്ട് ഇങ്ങനെ ചുറ്റുമ്പോൾ, ആ കയറ് വെറുതെ ചുറ്റാതെ വെച്ച് കഴിഞ്ഞാൽ കല്ല് മുകളിൽ കയറിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നേരെ ഈ വിരലിന്മേൽ പോകും. പക്ഷെ ഭൂമിയിലേക്ക് വന്നതെന്നുണ്ടെങ്കിൽ ഭൂമീൻ്റെ വാല്യൂവാണ് കൂടുതൽ. ഭൂമിയില്ലായിരുന്നുവെങ്കിൽ കല്ല് നമ്മളെ ഈ കൈമലേക്കാണ് വരിക. പക്ഷെ ചുറ്റുമ്പോൾ ഒരു ശക്തി എതിർക്കുന്നുണ്ട്, ഇങ്ങോട്ടേക്ക് വലിക്കുന്നതിന് എതിർക്കുന്ന ഒരു ശക്തി ഉണ്ട്. അപ്പോൾ ഇത് 2 തുല്യമാകുമ്പോൾ ഇതിനിങ്ങനെ സ്വതന്ത്രമായിട്ട് കറങ്ങാം. അപ്പം കറങ്ങുന്ന ഒരു വസ്തു അവിടെ കറങ്ങുന്നത്, ആ ഓർബിറ്റിൽ കറങ്ങുന്നതിന് കാരണം ആ നടുവിലുള്ള സാധനം വലിക്കും. അതാണ് ആന പിടിച്ച് വലിക്കുന്നതെന്ന് പറഞ്ഞാൽ. പുറത്തുനിന്ന് ഒരു തള്ളുണ്ട് പുറത്തേക്ക്, അത് പുറത്തുനിന്നുള്ള വലിവുമാരി ചിത്രീകരിച്ചിട്ട് പുറത്തുനിന്ന് ഒരു മുതല പിടിച്ച് വലിക്കുന്നതായിട്ട്. ആനേനെ വലിക്കണ്ടിക്ക് മുതലേനെയല്ലേ പറയാൻ പറ്റും, അതുകൊണ്ട് മുതല എന്ന് പറഞ്ഞതേ ഉള്ളൂ, അല്ല അവിടെ മുതലയൊന്നുമില്ല. അപ്പോൾ പുറത്തേക്കൊരു ബലമുണ്ട്, പുറത്തേക്ക് തെളിക്കാൻ വേണ്ടിയിട്ട്. അത് 2 തുല്യമായത് കൊണ്ടാണ് വീഴാതെ അങ്ങനെ ഓരോ ഗോളങ്ങളും നടുവിലുള്ള ഗോളത്തിനെതിരായിട്ട്, അല്ലെങ്കിൽ ഓരോ ഇലക്ട്രോണും നടുവിലുള്ള ന്യൂക്ലിയസിന് വീഴാതെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഈ സംഭവം. അങ്ങനെ എത്ര കാലം? 1000 വർഷത്തോളം എന്ന് പറയുമ്പോൾ 1000 വർഷം വരുമ്പോഴാണ് പ്രളയം വരുമ്പോൾ. പ്രളയം വരുമ്പോൾ എന്ത് സംഭവിക്കും? ഇതെല്ലാം പൊട്ടി തകർന്നിട്ട് എല്ലാം പരസ്പരം കൂട്ടിയിടിച്ച് നശിച്ചിട്ട് ബ്രഹ്മത്തിൽ പോയി ലയിക്കും. അതുകൊണ്ട് 1000 വർഷം എന്ന് പറഞ്ഞാൽ 1000 വർഷം വരെ ഇതിങ്ങനെ വലിച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഗ്രഹങ്ങളും 1000 വർഷം, അത് മനുഷ്യവർഷമല്ല, അതെല്ലാം പിന്നീട് നമ്മൾ വരും, മന്വന്തരങ്ങളെല്ലാം വരുന്നിടത്ത് ആയുസ് 1000 വർഷമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ 1000 വർഷക്കാലവും ഈ പ്രപഞ്ചത്തിലുള്ള ഗോളങ്ങളെല്ലാം, അല്ലെങ്കിൽ സൂര്യൻ്റെ ചുറ്റുമുള്ള ഗോളങ്ങളെല്ലാം അവൻ്റെ ഭ്രമണപഥത്തിൽ ചുറ്റും. പക്ഷേ പ്രപഞ്ചം നശിക്കാൻ പോകുമ്പോൾ ഈ ആകർഷണ ബലം എല്ലാം അങ്ങ് പോകും. പിന്നെ വേറെ ബലങ്ങൾ കയറി വരും. അതെല്ലാം കൂടിയാകുമ്പോൾ ഈ പിന്നെ ചുറ്റുന്ന എല്ലാം അങ്ങ് പോയി
അവസാനം എല്ലാം കൂട്ടിമുട്ടി എല്ലാം കൂടി ഇല്ലാതെയോ. അതാണ് 1000 വർഷത്തിൻ്റെ സംവത്സരത്തോടെ ഇതിങ്ങനെ പിടിച്ചു നിന്നു. പിന്നെ 1000 വർഷം കഴിഞ്ഞപ്പോൾ ആരെ രക്ഷിച്ചു എന്ന് പറയുകയാണ്, വിഷ്ണു രക്ഷിച്ചു എന്ന് പറഞ്ഞ കഥയിൽ പിന്നെ അങ്ങനെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ 30 ഇപ്പോൾ 1000 സംവത്സരം കഴിഞ്ഞതുപോലെ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു നിന്നു. രണ്ടുപേർക്കൊന്നും പറ്റിയില്ല. പക്ഷേ വെള്ളത്തിൽ വലിച്ചിഴക്കപ്പെട്ട് തളർന്ന ഗജേന്ദ്രൻ്റെ മനഃശക്തി, ദേഹബലവും ഇന്ദ്രിയ ശക്തിയെല്ലാം ദീർഘകാലം കൊണ്ട് ഒടുവിൽ വലിയ നാശം സംഭവിച്ചു. 1000 വർഷം എത്തുമ്പോഴേക്ക് അതിൻ്റെ ശക്തിയെല്ലാം നശിച്ചു. ആനക്ക് ഭൂമിയിലേക്ക് വലിക്കേണ്ട ശക്തി നശിച്ചു. പിന്നെ ഏത് ശക്തി അങ്ങോട്ട് കൂടി? അതേസമയം പുറത്തു നിന്ന് വലിക്കുന്ന ശക്തി കൂടി. ഏതിൻ്റെ? മുതലയുടെ ശക്തി നാളെ കഴിയുന്തോറും അതിൻ്റെ ശക്തി കൂടിക്കൂടി വരുന്നതിനാൽ ഒരു സമയം എത്തുമ്പോൾ ഈ ഭൂമിയെല്ലാം തെറിച്ചു പോകും സൂര്യൻ്റെ ഭ്രമണപഥത്തിൽ നിന്ന്. കാരണം സൂര്യനും ഗോളങ്ങളും മാത്രമല്ല ഇവിടെയുള്ളത്. ഈ സൂര്യനും ഗോളങ്ങളും വേറെ ധ്രുവനക്ഷത്രത്തിൻ്റെ ചുറ്റും ചുറ്റുന്നുണ്ട്. പ്രപഞ്ചത്തിൽ എത്രയോ ഗോളങ്ങളുണ്ട്. 49 വലിയ മരുത്തുക്കൾ ചുറ്റുന്നുണ്ട്. അതെല്ലാം ഭൂമിയോട് അടുക്കുമ്പോഴെല്ലാം പാറകളെല്ലാം കൊളുങ്ങുന്നത് എന്ന് പറഞ്ഞത്. അങ്ങനെയുള്ള ചില സന്ദർഭങ്ങളിൽ ചിലപ്പോൾ ഭൂമി പോലും തെറിച്ചു പോകാം. പക്ഷെ അതിനെല്ലാം പിടിച്ചു നിർത്തുന്നത് ആ ശക്തി വിശേഷമാണ്. അതാണ് ശ്രീഹരി. നമുക്കറിയാം, നമ്മളെ പ്ലൂട്ടോ എന്ന നക്ഷത്രം പ്ലൂട്ടോ എന്ന ഗ്രഹം ഒരു നാൾ ഭൂമിയുടെ സൂര്യൻ്റെ ഭ്രമണപഥത്തിൽ നിന്നെല്ലാം വേറെ എവിടെയെല്ലാം എത്തിപ്പോയിട്ടുണ്ട്. പ്ലൂട്ടോ പോയത് നമുക്കറിയാം. അപ്പം വേറെ ഏതോ സമയത്ത് വേറെ ഏതോ മരുത്തുക്കളുടെ എല്ലാം ബലം കൂടി വന്നപ്പോൾ പുറത്തുള്ള ആ സംഗതി എന്ത് പോയി, അതതിൻ്റെ പാട്ടിന് പോയി. അതുകൊണ്ടാണ് ശനിഗ്രഹം വരെയുള്ളത് മാത്രമേ നമ്മൾ സ്റ്റഡിയായിട്ട് ജ്യോതിഷത്തിൽ എടുത്തിരിക്കുന്നുള്ളൂ. അപ്പം ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി വരെയുള്ളത് എടുത്തിട്ടുള്ളൂ. യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ ഈ 3 വേണമെങ്കിൽ ശനിയാണ് അതിരായിട്ട് എടുത്തിരിക്കുന്നത്. അതെല്ലാം ഏത് സമയം വേണമെങ്കിലും ചിലപ്പോൾ അവിടെ നല്ല മാറി പോകാം. ഇപ്രകാരം ശരീരം മാത്രമായി മാറിയ ഗജേന്ദ്രൻ എപ്പോൾ പ്രാണഭയം ഉണ്ടായോ അപ്പോൾ മാത്രമാണ് അവന് പ്രാണഭയം വന്നത്. അയ്യോ, ഞാൻ ചത്തുപോകുമല്ലോ. തന്നെ അതിൽ നിന്നും മോചിപ്പിക്കാനാവില്ല എന്ന് കണ്ട് അവശനായി ഒട്ടേറെ നേരം ചിന്തിച്ചു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അവനിരുന്ന് ആലോചിച്ചു. ഒടുവിൽ ആത്മബോധത്തിലെത്തി. അപ്പോഴാണ് ആത്മീയത അവൻ്റെ തലയിൽ കയറി വന്നത്. വേറൊരു ശക്തിയുണ്ടല്ലോ, ഈ പ്രപഞ്ചത്തെ എല്ലാം നിയന്ത്രിക്കുന്ന ഒരു ശക്തി ഉണ്ടല്ലോ. 32 അവശനായി എന്നെ മറ്റു കൂട്ടുകാളുകൾക്ക് കൂടി രക്ഷിക്കാനായില്ല. എൻ്റെ കൂട്ടുകാർക്കൊന്നും എന്നെ രക്ഷിക്കാനായില്ല. പിടിയാനകളുടെ കാര്യം പിന്നെ പറയേണ്ടതില്ലല്ലോ. പിടിയാനകൾ വിചാരിച്ചാലൊന്നും ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, രക്ഷിക്കാൻ പറ്റില്ലല്ലോ. കൊലക്കയറിനാൽ വരിഞ്ഞു കെട്ടപ്പെട്ടവനെങ്കിലും, ഞാൻ കൊലക്കയറിൽ വരിഞ്ഞു കെട്ടപ്പെട്ടിരിക്കുകയാണ്. ഇത് എപ്പോഴും തെറിച്ചു പോകാം. ഞാൻ പരമോന്നതന്മാർക്ക് പോലും ആശ്രയബോധനായ ആ പരമപുരുഷനെ ആശ്രയിക്കുന്നു. പിന്നെ അത് തീരുമാനിച്ചു, ഒരു ശക്തി വിശേഷം ഉണ്ടല്ലോ, അതിനെ തന്നെ അങ്ങ് ആശ്രയിച്ചേക്കാണ്. ഏതിന്? ആ പരമ്പൊരുളിനെ. അത്യുഗ്രനായി 33 വേഗം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ബലശാലിയായ അന്ധനാകുന്ന സർപ്പത്തിൽ നിന്നും വളരെ ശക്തിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സർപ്പം ഉണ്ടെന്ന് വെച്ചോളൂ. അന്ധകനായ സർപ്പം. അന്ധകനായ ഒരു സർപ്പം വന്നിട്ട് ആരെങ്കിലും ഭയപ്പെടുത്തുകയാണെങ്കിൽ ഭയപ്പെട്ട് തന്നെ ആശ്രയിക്കുന്ന ജനത്തെ, അങ്ങനെ വല്ലവരും പാമ്പിൻ്റെ പിടിയിൽപ്പെട്ട് വിഴുങ്ങാൻ പോകുമ്പോൾ ആശ്രയിക്കുന്ന ജനത്തെ യാതൊരു ഏകനായ ഈശ്വരൻ പരിപാലിക്കുന്നുവോ, അപ്പോൾ അതിൽ നിന്നല്ല രക്ഷിക്കാൻ ആർക്കേ പറ്റുള്ളൂ? ഒരു ശക്തിവിശേഷം കൊണ്ട് ഈശ്വരനെ പറ്റുകയുള്ളൂ. യാതൊരുവിൽ നിന്നുള്ള ഭയപ്പാടിൽ
മരണദേവത പരക്കം പായുന്നുവോ, ആ ഈശ്വരനെ പേടിച്ചിട്ട് ചിലപ്പോഴും മരണദേവത തന്നെ എല്ലാവരെയും കൊല്ലുന്ന യമൻ തന്നെ എന്ത് ചെയ്ത് കളിക്കും, ഓടിക്കളയും പേടിച്ചിട്ട്. മരണദേവത പോലും ഓടിക്കളയും. ആരെ പേടിച്ചിട്ട്? ഈ ശ്രീഹരിയെ പേടിച്ചിട്ട്. ആ ഈശ്വരനെ രക്ഷക്കായി ഞാൻ പ്രാപിക്കുന്നു. പിന്നെ അവൻ ആ ഈശ്വരനെ രക്ഷക്കായിട്ട് പ്രാപിക്കുകയാണ് ഇതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി. അപ്പോൾ ഒരു ഗോളം എത്ര കാലം ആ ഓർബിറ്റിൽ നിൽക്കണമെന്നുള്ളത് ആ ശക്തി വിശേഷമാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഒരു പിടിവലി എപ്പോഴും ഈ സൗരയൂഥത്തിൽ ബുധൻ ചുറ്റുമ്പോൾ ഒരു പിടിവലിയുണ്ട്. സൂര്യൻ ബുധനെ പിടിച്ച് അങ്ങോട്ട് വലിക്കുന്നുണ്ട്. ബുധനിലൊരു ബലം പുറത്തേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. അത് രണ്ടും തുല്യമായതുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത്. ഏതെങ്കിലും ഒരു അവസരത്തിൽ പുറത്തുള്ള ഏതെങ്കിലും ബലം ശക്തിയായി വരികയാണെങ്കിൽ ചിലപ്പോൾ ഇതിനെയെല്ലാം പൊട്ടിച്ചിട്ട് ഗ്രഹങ്ങളെല്ലാം ഭൂമി അടക്കം ചിലപ്പം സൂര്യനെല്ലാം കളഞ്ഞു കെട്ടിയിട്ട് അങ്ങോട്ട് പോയാൽ ആ നിമിഷം നമ്മളെ കാര്യമെല്ലാം കട്ടപ്പുകയായിരിക്കും. പക്ഷേ ഇതിനെല്ലാം സംരക്ഷിച്ചിട്ട് ആ ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആരാണ്? ശ്രീഹരിയാണ്. അതേപോലെ തന്നെ ഒരു കാലത്ത് എന്ത് പോയിട്ടുണ്ട്, പ്ലൂട്ടോയിൽ മനുഷ്യരിലുണ്ടായിരുന്നു ഒന്ന് ആലോചിച്ചൊക്കെ. പ്ലൂട്ടോയിൽ നമ്മൾ പോയിട്ട് താമസിക്കുകയായിരുന്നു. നമ്മളിവിടുന്ന് റോക്കറ്റ് കയറിയിട്ട് പ്ലൂട്ടോയിൽ ഒരു വീടെല്ലാം വെച്ച് താമസിക്കുകയായിരുന്നു എന്ന് വെച്ചോളൂ. പ്ലൂട്ടോ കടന്ന് തെറിച്ചു പോകുന്ന അവസരത്തിൽ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ? നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഓർബിറ്റിൽ നിന്നങ്ങ് തെറിക്കുമ്പോൾ ആ കഥയാണ് ഏതിൽ പറഞ്ഞു വന്നത്? നമ്മൾ കഴിഞ്ഞാൽ കണ്ട പ്രഹ്ലാദൻ്റെ കഥ. ഭൂമി ഓർബിറ്റിൽ ചുറ്റാൻ തുടങ്ങുമ്പോൾ എല്ലാം തെറിച്ചു പോകുന്ന അവസ്ഥ. അതുപോലെ തന്നെ പ്ലൂട്ടോ ഓർബിറ്റിൽ നിന്നങ്ങ് തെറിക്കുകയാണെങ്കിൽ അതിൽ സംഭവിക്കുന്ന പെട്ടെന്ന് ഒരു വണ്ടി കാറ് പെട്ടെന്ന് എടുക്കുമ്പോഴും നിർത്തുമ്പോഴും തെറിച്ചു പോകുമ്പോഴും സ്പീഡ് പെട്ടെന്ന് കൂട്ടിപ്പോയാൽ എല്ലാം ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും. ആൾക്കാർക്കൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അത്രയും ഉറച്ചു പിടിച്ചോളണം. അപ്പം ഭൂമി പോലെയുള്ള ഒരു ഗ്രഹങ്ങളാണ്. ഇപ്പം ട്രെയിനിൽ നിന്ന് വീണാൽ അതിന് ശക്തിയാണ്. ഇപ്പം ബസ്സിൽ നിന്ന് വീണ മാതിരിയായിരിക്കും, ഒരു സൈക്കിളിൽ നിന്ന് വീണ മാതിരിയായിരിക്കില്ല ട്രെയിനിൽ, അല്ല ബസ്സിൽ നിന്ന് കാട്ടിയ ശക്തിയാണ് ട്രെയിനിൽ. ആ നിലയിൽ ചിന്തിക്കുമ്പോൾ ഒരു ഭൂമി ചുറ്റുമ്പോഴുള്ള അവസ്ഥ എന്തായിരിക്കും? അതും എത്ര സ്പീഡിലാണ് ഭൂമി ചുറ്റുന്നത്. അപ്പോൾ നമ്മുടെ ചിന്തകൾക്കും അപ്പുറമാണ് തെറിച്ചു പോവുകയാണെങ്കിൽ. പ്ലൂട്ടോയിൽ നമ്മളിപ്പോൾ പല ഗ്രഹങ്ങളിലും പോയി താമസിക്കാൻ വേണ്ടി ശ്രമിക്കുകയല്ലേ. പ്ലൂട്ടോയിൽ താമസിച്ചെന്ന് വെച്ചാൽ പ്ലൂട്ടോ ഒരു സ്ഥലത്ത് തെറിച്ചു പോയാൽ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ എവിടെ എത്തും? അതുപോലെയുള്ളൊരു വിഷയം ഇവിടെ ആ ഒരു സയൻസ് തത്വം ഈ ഒരു കഥയിലൂടെ വെളിവാക്കിയതാണ്. അതേസമയം 1000 വർഷങ്ങൾ കഴിയുമ്പോൾ എന്തിന് സാധ്യതയുണ്ട്? തെറിച്ചു പോകാനുള്ള, വലിച്ചു പുറത്തേക്ക് തെറിച്ചു പോകും ഗോളങ്ങളെല്ലാം. അങ്ങനെയാണ് പ്രളയ സമയത്ത് എന്ത് സംഭവിക്കുന്നത്? ഭൂമിയെല്ലാം നമുക്ക് സൗരയൂഥത്തിൽ സൂര്യന്മാർ കത്തിയെറിഞ്ഞാൽ ബ്ലാക്ക് ഹോൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ കത്തിയെരുന്നതിന് മുമ്പിൽ അതെല്ലാം എന്തായി പോകും? ഈ ഓർബിറ്റിൽ നിന്നെല്ലാം അങ്ങ് തട്ടി തോന്നുന്ന മാതിരി സഞ്ചരിച്ച് കൂട്ടിയിടിക്കും. സൂര്യനെ കൂട്ടിയിടിക്കും. ബുധൻ പേടിക്കൽ ഭൂമിയെ ചുറ്റും, ശുക്രൻ കയറിയിട്ട് ഭൂമി കയറിയിട്ട് ശുക്രനെ ഇടിക്കും, ചന്ദ്രൻ കയറിയിട്ട് ഭൂമിയെ ഇടിക്കും. അങ്ങനെ എല്ലാം തമ്മിൽ കൂട്ടിയിടിക്കുകയായിരിക്കും. ഏതു സമയത്ത്? ആ ബ്ലാക്ക് ഹോൾ ഉണ്ടാകുന്ന സമയത്ത്. അതൊരു തരം മന്വന്തരത്തിൻ്റെ ഒരു ഘട്ടത്തിലാണ് അങ്ങനെ സൂര്യനെല്ലാം കത്തിയെരിഞ്ഞില്ലാതായി പോകുന്നത്. അപ്പം അങ്ങനെയുള്ള സമ്മർദ്ദം അവിടെ ഇപ്പം പിടിച്ചു നിർത്തുന്നത് ഈ 2 ബലങ്ങളാണ് തുല്യമായത്. ഒന്ന് ഭൂമിയിലേക്കുള്ള ആകർഷണവും, ഒന്ന് സെൻട്രലിലേക്കുള്ള ആകർഷണവും, മറ്റേത് പുറത്തേക്ക് തെറിക്കാനുള്ള ബലവും. അത് ഒന്ന് ആനയെ അങ്ങോട്ട് വലിക്കുന്നതായിട്ടും മറ്റേത് സാഗരത്തിലുള്ള പുറത്തുള്ള മുതൽ ഇങ്ങോട്ടേക്ക് വലിക്കുന്നതായിട്ടും ചിത്രീകരിച്ചായിട്ട് കണ്ടാൽ മതി.